ഇതെൻ്റെ നാടാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നല്ല മഴക്കാലമാണ്, നല്ല ക്ലൈമറ്റ് കാര്യങ്ങളാണ്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നലെ നമ്മുടെ സൈക്കിളിൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു ഫുൾ ലെങ്ത് വീഡിയോ യൂട്യൂബിലേക്ക് വേണ്ടി ഇടുന്നത്. നമ്മൾ സൈക്കിൾ എടുത്തിട്ട് ജസ്റ്റ് സാധാരണ പോകുന്ന അയഞ്ചേരി വയലിലേക്കാണ് പോകുന്നത്. മഴ കിട്ടിയാൽ ഭാഗ്യം. ഇന്നലെ ഞാൻ പോയിരുന്നു, വീഡിയോസ് കാര്യങ്ങൾ എടുത്തില്ല. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, അത് പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയത്. പക്ഷേ നല്ല വെയിൽ കാര്യങ്ങളാണ്. എന്തായാലും നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കാഴ്ചകളെല്ലാം നോക്കാം. ഇതെൻ്റെ നാടാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ താഴെ ഭാഗത്ത് പേരോട് താഴെ വയലെന്ന് പറയും. ഇതിപ്പം കോൺക്രീറ്റ് ചെയ്ത സ്ഥലം. നല്ലൊരു വ്യൂ ആയിട്ടുള്ള എൻ്റെ നാടാട്ടത്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ സ്ഥലം എത്തിയിട്ടുണ്ട്. നല്ല സ്ഥിര സ്പോട്ടാണ് അത്, അയഞ്ചേരി വയൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ആംബിയൻസ് തന്നെ കണ്ടോ, അടിപൊളി വ്യൂ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഈ വഴി തന്നെ വണ്ടി പോകുന്ന കാര്യങ്ങളെല്ലാം കാണാൻ ഭയങ്കര ഭംഗി കേട്ടോ. ഇന്ന് പ്രതീക്ഷിച്ച പോലെ ഒന്നല്ല, നല്ല വെയിലാണ്. ഇന്നലെ നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് തന്നെ. നല്ല മഴയത്ത് അവിടെ ഒരു പാലുണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. ആ പാലത്തിൻ്റെ അവിടെ നിന്നിട്ട് റെയിൻകോട്ട്, ചെറിയ 100 രൂപേനെ റെയിൻകോട്ട് ഇട്ടിട്ട് ആ മഴയത്ത് അവിടെ നിന്നിട്ട് കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നെല്ലാം കണ്ടിട്ട് നിൽക്കുക. അടിപൊളി വൈബായിരുന്നു. പക്ഷേ ഇന്ന് മൊത്തം മാറി, ഇന്ന് മഴയില്ല. നമ്മൾ പ്രതീക്ഷിച്ച പോലെ എല്ലാം ഇപ്പം നടക്കണമെന്നില്ലല്ലോ, അതാണ് പ്രശ്നം. നമുക്കെന്തായാലും നോക്കാം. നമുക്ക് അടിപൊളി ഒരു ക്ലൈമറ്റ്, മഴ വന്ന് ആംബിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയാണ് മെയിനായിട്ട് ഇവിടെ വന്നത്. ഇന്നലെ അതിന് വേണ്ടിയിട്ടൊന്നും സെറ്റാക്കിയില്ല. 128 GB ഐഫോൺ എടുത്ത് അതിൻ്റെ ഭയങ്കര പ്രശ്നം എനിക്കുണ്ട്. നല്ല സ്റ്റോറേജ് കുറവായിട്ട് ഇന്നലെ വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് സ്പേസ് ആക്കിയിട്ട് വന്നാ കേട്ടോ കുറച്ച് വീഡിയോസ് എടുക്കാം. ഇനി അങ്ങോട്ട് പോയിട്ട് കുറച്ച് കാഴ്ചകളും കാര്യങ്ങളും റീലൊക്കെ എടുക്കാം. ശരിക്കും നമ്മൾ വിചാരിച്ച പോലെ അല്ല, ക്ലൈമറ്റ് മൊത്തത്തിൽ മാറി. ഇന്നലത്തെ ക്ലൈമറ്റ് തീരെ ഇല്ല കേട്ടോ, ഭയങ്കര വെയിലാണ്. ഇതാണ്ട് പാലത്തിൻ്റെ ഇങ്ങനൊരു സൈഡ്, ഇതുപോലെ സൈഡിൽ ഇവിടെ വന്നിട്ടിരിക്കുകയാണ്. അവിടെയെല്ലാം ഭയങ്കര വെയിലായിട്ട്. അവിടെ ഇത് നമ്മളെ നാട്ടിലെ ഒരു ഫ്രണ്ട് കേട്ടോ, ഇവിടുന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന കേട്ടോ, കുറേ നേരമായിട്ട് ഇവിടെ ഇരുന്നത്. ആ വെയിലായിട്ട് ഭയങ്കര വെയിലാട്ടാ, ഒരു രക്ഷയില്ല. ഭയങ്കര 3:15 സമയം, ഉച്ച കഴിഞ്ഞ്. ഇനി ഞാൻ സംഭവം ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇന്നലെ നല്ല ഇവിടെയൊക്കെ മഴയത്ത് നിന്നിട്ട് നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിതാ മാഗി വാങ്ങിയിട്ടുണ്ട്. ക്യാമ്പിങ് സ്റ്റൗ ഉണ്ട് എൻ്റെ അടുത്ത്, ബ്യൂട്ടൻ ഗ്യാസ് വെച്ചിട്ടുള്ള പോർട്ടബിൾ സ്റ്റൗ ഉണ്ട്. ആ കാര്യങ്ങൾ സെറ്റാക്കി കൊണ്ടാട്ടോ ഈ ഒരു ബാഗിൽ അതാണ് ഉള്ളത്. അങ്ങനെ ആക്കിയിട്ട് ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് ആ മഴയത്ത് ഒരു കട്ടൻ ചായ ചായപ്പൊടിയും പഞ്ചസാരയെല്ലാം വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നാട്ടാ. അതിൽ വെച്ചിട്ട് കഴിക്കാനുള്ളൊരു മൂഡിലാണ് കേട്ടോ വന്നത്. പക്ഷേ വെയിലാണ്. ഇനിയിപ്പോൾ ഒരുപാട് ആൾക്കാർ വരും. കുറച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആയാലും മീൻ പിടിക്കാനുള്ള ആൾക്കാർ വരും. അതിന് മുമ്പ് എന്നാലും കൺവീൻസ് ഇല്ലെങ്കിൽ നാക്കിയിട്ട്
സെറ്റാക്കട്ടെ. ഇതാ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യണം കേട്ടോ. ട്രൈപോഡ് ഇവിടെ വെച്ചിട്ട് എടുക്കണം. നമ്മൾ അങ്ങനെ കൈ വെച്ചെടുക്കുന്നില്ല. ഇത് നമ്മളെ കേരള ടു കാശ്മീർ യാത്രയിൽ പോയ ക്യാമ്പിംഗ് സ്റ്റവ് കേട്ടോ. അതിനുശേഷം പിന്നെ ഉപയോഗിച്ചില്ല. അന്ന് ബാക്കി വന്ന ബ്യൂട്ടൈൻ ഗ്യാസാണ്. കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. വെള്ളമുണ്ട്, ചെറിയൊരിത്. ഭയങ്കര വെയിൽ സമയമായതുകൊണ്ട് ചായ വെക്കുന്നില്ല. നമ്മൾ മാഗി മാത്രം വെക്കുക കേട്ടോ. അവിടെ ട്രൈപോഡ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇനി ഈ ഒരു വെയിലാണെങ്കിലും ഈ വയലിൻ്റെ ആംബിയൻസ് വേറെ വൈബ് തന്നെ കേട്ടോ. അത് വേറെ ആ ഒരു ആംബിയൻസ് എന്തിനു ഒരു മാഗി കഴിക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിൽ. കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു വട്ട് നല്ല തോന്നുമായിരിക്കും ഈ ഇവിടെ വല്ലതും വന്നിട്ട് മാഗിയെല്ലാം ഉണ്ടാക്കിയ. ഇപ്പം അങ്ങനെ പറയുന്ന ആളോട് ഞാൻ പറയാനുള്ളത്, ഏറ്റവും വലുത് നമ്മളെ സന്തോഷം നമ്മൾ തന്നെ നോക്കി കണ്ടെത്താനുള്ള നമുക്ക് മെയിൻ. അതിപ്പോൾ വേറെ ആരെന്ന് വിചാരിക്കുമെന്ന് നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സന്തോഷം ഞാൻ കണ്ടെത്തുകയാണ് ഇങ്ങനെയല്ലോ. അപ്പോൾ ഇനി ഈ കുക്കിങ്ങും കാര്യങ്ങളും നോക്കാം. നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. നല്ല കാറ്റുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് വലിയൊരു അബദ്ധം പറ്റി. സ്റ്റോറേജ് കുറച്ച് നേരം ഞാൻ അത് മതിയാവുമെന്ന് വിചാരിച്ച് 5-6 GB ആക്കിയിട്ടുണ്ടെങ്കിലും അത് ഫുള്ളായി. അപ്പോൾ ഇത് കുക്കിംഗ് വീഡിയോ കാര്യങ്ങൾ ട്രൈപോഡ് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനും അപ്പോഴേക്ക് സ്റ്റോറേജ് ഫുള്ളായിട്ട് ഞാനിവിടെ സെറ്റ് ആക്കുമ്പോഴത്തേക്ക് അത് മൊത്തം അങ്ങ് പോയി, റെക്കോർഡായില്ല. ഞാൻ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ഇതാ ബാക്കി ഇവിടെ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നു കേട്ടോ. നോക്കി നോക്കാം ആംബിയൻസ്, ഈ വയലിൻ്റെ ഒരു ആംബിയൻസ് കാര്യങ്ങളും. മാഗി ചായ വെക്കുന്നില്ല. ഇവിടെ എന്നിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് സ്വസ്ഥമായിട്ടൊന്ന് കഴിക്കാം. ഞാൻ ക്യാപ് കട്ട് അടക്കം ഡിലീറ്റ് ആക്കിയിട്ടാട്ടോ സ്റ്റോറേജ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഈ വീഡിയോ ഇതൊന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇത് ഏകദേശം ആവാറായിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടിപ്പോയി തോന്നുന്നു. മാഗി ഏകദേശമായി, കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടുണ്ട്. അങ്ങനെതാ ഈ ഒരു ആംബിയൻസ് നോക്കൂ സുഹൃത്തുക്കളെ, ഈ ഒരു ആംബിയൻസ് നോക്കൂ. ഇതാ അങ്ങനെ നമ്മളെ മാഗി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഉണ്ട് തോന്നുന്നു, കുഴപ്പമില്ല. അങ്ങനെ ഓഫ് ചെയ്യാണ്. മാഗി ആയിട്ടുണ്ട്, നോക്കൂ. പിന്നെ ഈ ഗ്യാസിനെ കൊണ്ട് പറയുന്നത് ഭയങ്കര യൂസാണ് കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം. ചെറുതായതുകൊണ്ട് നല്ലോണം യൂസാണ്. ബാഗിൽ വെച്ച് കൊണ്ടുപോകാം. ചെറിയൊരു കവറില്ലേ, അതിൽ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും. കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഇങ്ങനെ ക്യാമ്പിങ് നടത്തുന്നത്, ഇങ്ങനൊരു കുക്കിങ് കാര്യങ്ങൾ നടത്തുന്നത്. ആ ട്രിപ്പിൽ കഴിഞ്ഞതിന് ശേഷം നടത്തിയിട്ടില്ല. നമ്മുടെ സെറ്റ് മാഗിയുടെ അവിടെ ഇനി സാധനങ്ങളൊന്ന് സൈഡാക്കിയിട്ട് ഈ മാഗി ഇവിടെ എവിടെയെങ്കിലും നല്ല രീതിയിൽ ഇരുന്നിട്ട് കഴിക്കണം. ഇതിവിടെ സെറ്റ് ചെയ്തിട്ട് കഴിക്കാം. ആ ഈ ഒരു വീയെല്ലാം കണ്ടിട്ട് ഇതാട്ടോ മാഗി സെറ്റായിട്ടുണ്ട്. വെള്ളം ഇവിടെ ഉണ്ട്, ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലല്ലോ, മാഗി പൊടി ഇട്ടിട്ടാക്കുന്നത് കൊണ്ട്. ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയത് ഞാൻ ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രമേ പറയൂ. ഒരു ചെറിയൊരു ചാറ്റൽ മഴയും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ, ചെറിയ ചാറ്റൽ മഴ ആംബിയൻസ് മാറിയിട്ടുണ്ടെങ്കിൽ ഇതിലും കൂടി അടിപൊളിയായിരിക്കും. ഇത് അടിപൊളി തന്നെയാണ്, ഈ ഒരു ആംബിയൻസ് അടിപൊളി തന്നെയാണ്. എന്നാലും കുറച്ച് ചെറിയ ചാറ്റൽ മഴയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത് ഞാൻ കഴിഞ്ഞ ട്രിപ്പിൽ വാങ്ങിയ കേട്ടോ. കേരള ടു കാശ്മീർ ട്രിപ്പിൽ വാങ്ങിയതാണ്. ഇതിലാണ് ഞാൻ മാഗിയെല്ലാം ഓൾറെഡി ഉണ്ടാക്കിയത്. ഇത് തന്നെ പിന്നെ എടുത്തതാണ്, പിന്നെ ഉപയോഗിച്ചില്ല. പിന്നെ ഇത് അമ്മ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും കൂടി സെറ്റാക്കിയിട്ട് ഉച്ചക്കത്തെ ചോറ് കഴിച്ചിട്ടില്ല. ഇതാണ് ഉച്ചക്കത്തെ ഫുഡ്. ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാട്ടാ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമ്മളെ ചെറിയൊരു ലൈഫല്ലേ, അത് നമ്മൾ ഇഷ്ടപ്പെട്ട പോലെ ജീവിച്ചില്ലെങ്കിൽ പിന്നെന്ത് കാര്യമാണ്. നമ്മളിങ്ങനെ ഒരു വൈബായിട്ട് ലീവുള്ള സമയമല്ലേ, വർക്ക് കുറവായിരുന്നു, അതുകൊണ്ട് വന്നതാണ്. ഇങ്ങനെ ഒരു വൈബുള്ള സ്ഥലത്തെല്ലാം പോയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഉണ്ടാക്കുക, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് ഉണ്ടാക്കാൻ ഓൾറെഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എവിടെയെങ്കിലും പോകാനും അതുപോലെ ഇങ്ങനെ
ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പീസ്ഫുള്ളായിട്ട് സോളോ ആയിട്ട് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പുറത്തോട്ട് ഇറങ്ങുന്നത്. ഓരോ കാരണങ്ങൾ കൊണ്ട് നീണ്ടു പോകുന്നു. അടുത്ത് തന്നെ എൻ്റെ ട്രിപ്പിന് വേണ്ടിയിട്ട് വാങ്ങിയ സൈക്കിളാണിത്. ആ ട്രിപ്പ് ഇതിനു മുമ്പ് പോകാമെന്നെല്ലാം സെറ്റാക്കി വെച്ചതാണ്. ഒരു ലോങ് ട്രിപ്പ്, എവിടെയാ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പിന്നെ പോകുന്ന സമയത്ത് അറിയിക്കുന്നുണ്ട്. അത് ആക്കണം. ഈ എങ്ങനെയെങ്കിലും ഈ വർഷം ലാസ്റ്റോ അടുത്ത വർഷം ഫസ്റ്റ് വീക്കോ സെറ്റാക്കണം എന്നൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ ഈ മാഗി കഴിച്ചിട്ട് ഇത് ഫിനിഷ് ആക്കിയിട്ട് നമ്മൾ കുറച്ച് റീല് കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ഈ ഒരു ആംബിയൻസിൽ നിന്ന് എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് തിരിക്കണം. അപ്പം കാണാം. ഇതാണ് നമ്മളെ വയലിൻ്റെ പാലം. മെയിനായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ വ്യൂ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇവിടെ. അതുപോലെ തന്നെ പോകുന്ന ആ വഴിയുണ്ട്, അത് അടിപൊളി സ്ഥലമാണ്. നമ്മൾ ഈ ഒരു വയലിൽ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി ഈ റീലായിട്ടും അല്ലാണ്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആംബിയൻസ് മഴ കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കിട്ടിയില്ല, എന്നാലും സാരമില്ല. ഒരു ദിവസം മഴയുള്ള ദിവസം ഇങ്ങനെ വന്നിട്ട് ഒരു ദിവസം കൂടി കുക്ക് ചെയ്യാൻ പറ്റിയാൽ ചെയ്യണം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവാണ്, നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവാം. ഈ വഴി തന്നെ സൈക്കിളും കാര്യങ്ങളും എടുക്കട്ടെ. ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കുന്ന കാര്യം അവിടെ പറയുകയാണേ. ഇത് കുറ്റ്യാടി ഇവിടെ നിന്ന് വരുന്നത് കുറ്റ്യാടി ഭാഗത്ത് നിന്ന് നേരെ പോകുന്ന വടകര ആയഞ്ചേരി റോഡാണ്. ഇത് ആയഞ്ചേരി ഇത് കഴിഞ്ഞാലാണ് ആയഞ്ചേരി വരുന്നത്. ഇവിടെ നിന്ന് പോകുന്നവർ ഇവിടെ മെഡോ വ്യൂ ആയിരുന്നു പാർക്കിൻ്റെ പേര്, അതിപ്പം പേര് മാറ്റി. നിങ്ങൾക്ക് ഇവിടെ പോകുന്ന സമയത്ത് കാണാൻ കഴിയും ഈ ഒരു വയൽ കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനോട് ചേർന്നിട്ടുള്ള ഈ വഴി അങ്ങനെ തന്നെ പോയാൽ നമ്മുടെ പാല കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം ലൊക്കേഷൻ മറക്കണ്ട, അടിപൊളി വ്യൂ ആണ്. ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ, ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. നമ്മൾ ഒരുപാട് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ മറന്നുകൊണ്ടാ. കുറ്റ്യാടി ആയഞ്ചേരി എത്തുന്നതിന് മുമ്പാണ് കേട്ടോ ഈ വയൽ വരുന്നത്. നമ്മളങ്ങനെ തിരിച്ചു പോവാണ്. ഇന്ന് പ്രത്യേകിച്ച് വലിയ അങ്ങനത്തെ വീഡിയോ കാര്യമൊന്നുമല്ല, ഒരു ഡേ ഇൻ മൈ ലൈഫ് അതുപോലത്തെ ഒരു വീഡിയോ കേട്ടോ. അത് ഒരു ദിവസം എനിക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് അത് ചെയ്തൊരു ദിവസം, അത്രയേ ഉള്ളൂ. വലിയ വീഡിയോ ഒന്നുമല്ല. ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കനും കൂടി അടിച്ച് പൊട്ടിച്ച് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ഇതുപോലത്തെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.